നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വൻ ലഹരിവേട്ട. പിടിച്ചെടുത്തത് 13 ലക്ഷം രൂപയുടെ ബ്രൗൺ ഷുഗർ. 3 പേർ അറസ്റ്റിൽ. കോഴിക്കോട് മുക്കത്ത് കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. കോട്ടയം MC റോഡിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം, 3 പേർക്ക് പരിക്ക്. മണ്ണാർക്കാട് തെങ്കരയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. പാലക്കാട് കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. കാർ ഡോറിൽ ഇരുന്ന് യുവാക്കളുടെ ആർപ്പുവിളി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേർ പിടിയിൽ. കാർ ഓടിച്ചയാളുടെ ലൈസൻസ് റദ്ദാക്കി. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് താമരശ്ശേരി ചുരത്തിൽ റോപ്പ് വേ. KSIDCക്ക് അനുമതി നൽകി സർക്കാർ. പദ്ധതി നടപ്പാക്കുക പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ. തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല നാളെ രാവിലെ 9:40 പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. 2:15 പൊങ്കാല തർപ്പണം. വാർത്തകളും വിശദമായി പരിശോധിക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വാഹനമോടിച്ചെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. കൊല്ലം പത്തനാപുരത്താണ് സംഭവം നടന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇന്നലെ രാത്രിയോടെയാണ് സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാട്ടുകാർ എങ്ങനെയാണ് ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്? ആദ്യം കാറ് അങ്ങനെ ഒരു മത്സരോട്ടത്തിലേക്കൊക്കെ കാറ് പോകുന്നത് കണ്ടിട്ടാണോ മനസ്സിലാക്കിയത്? ഈ നിയമം പാലിക്കേണ്ട പോലീസുകാർ തന്നെ ഇങ്ങനെ തുടങ്ങുന്നു. കാരണം നാട്ടുകാർ ചോദിക്കുമ്പോൾ പോലും പോലീസുകാർ ജീപ്പിൽ നിന്നും ഇറങ്ങുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് തള്ളിക്കളയാനും സാധിക്കില്ല നാട്ടുകാരുടെ ആരോപണം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഹരി, ഇത് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് രാത്രി പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. കൊല്ലം പത്തനാപുരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഹരി. കൺട്രോൾ റൂം വാഹനത്തിലിരുന്ന് SI ഉൾപ്പെടെയുള്ളവർ മദ്യപിച്ചെന്നായിരുന്നു നാട്ടുകാരുടെ ഒരു ആരോപണം. നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പോലീസുകാർ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാനും തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായതെന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഒടുവിൽ തടഞ്ഞ നാട്ടുകാരെ തട്ടി നീക്കിയാണ് പോലീസ് അവിടെ നിന്നും മുന്നോട്ട് ജീപ്പുമായി പോകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളിലും ഇത് ഇങ്ങനെ പോകുന്നതായിട്ട് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ പിൻഭാഗത്തെ വാതിൽ ഡോർ അടഞ്ഞിട്ടില്ല, തുറന്നു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനും വ്യക്തമാണ്. അതുപോലെ തന്നെ എന്നാൽ ഈ മദ്യലഹരിയിലെത്തിയ സംഘം ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും തുടർന്ന് തർക്കത്തിലാവുകയുമായിരുന്നു എന്നാണ് ഈ പോലീസിൽ നിന്ന് കിട്ടുന്ന ഒരു വിശദീകരണം. വാഹനത്തിൽ ഉണ്ടായിരുന്ന SI സുമേഷാണ് ഇത്തരത്തിലൊരു വിശദീകരണം നമുക്ക് നൽകിയത്. തുടർന്ന് സംഘം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഈ SI പറയുന്നുണ്ട്. ഇത് April 4-നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ഹരി. എന്തായാലും ഇത്തരത്തിലുള്ളൊരു മറുപടിയാണ് ഈ പോലീസിൽ നിന്നും ലഭിച്ചത്. പക്ഷേ ഇത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ SIക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. 4 ദിവസം മുമ്പ് നടന്ന സംഭവമാണെന്ന് വിനീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാകുന്നത്. നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് പോലും ജീപ്പ് നിർത്താതെ പോലീസ് ഉദ്യോഗസ്ഥർ പരക്കം പായുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ പിൻവാതിൽ പോലും അടയ്ക്കാതെ അവിടെ നിന്ന് എത്രയും വേഗം സ്ഥലം കാലിയാക്കുക എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും നാട്ടുകാരുടെ ഈ ആരോപണം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. SI ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങൾ. എന്തായാലും വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. 4 ദിവസം മുമ്പത്തെ സംഭവമാണിത്.
കൊല്ലം പരവൂരിൽ ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കുറുമണ്ടൽ സ്വദേശി അഭിലാഷിനെയാണ് പിതാവ് രാജേഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംഭവം നടന്നത്. പിതാവ് രാജേഷ് പോലീസ് കസ്റ്റഡിയിലാണ്. വീട് പുതുക്കി പണിയാൻ നഗരസഭ അനുവദിച്ച തുക ഭാര്യയിൽ നിന്നും പ്രതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഇയാൾ ഭാര്യയെ മർദ്ദിച്ചു. ഇത് മകൻ ചോദ്യം ചെയ്തതാണ് ആക്രമണ കാരണമാകുന്നത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ 258 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 3 പേർ പിടിയിലായി. തലശ്ശേരി സ്വദേശികളായ ഇ എ ഷുഹൈബ്, എ നാസർ, മുഹമ്മദ് അക്രം എന്നിവരാണ് തലശ്ശേരി പോലീസ് പിടികൂടിയത്. വിപണിയിൽ 13 ലക്ഷത്തോളം രൂപ വില വരുന്ന ബ്രൗൺ ഷുഗറാണ് ഇവരുടെ കൈവശം ഉണ്ടായത്. കോഴിക്കോട് മുക്കം മുതാലത്ത് കഞ്ചാവ് പിടിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നാണ് 1 കിലോ 300 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി മെഹ ഹസൻ അലിയാണ് പിടിയിലായത്. നൈറ്റ് പെട്രോളിങ്ങിനിടെ മുത്താലമങ്ങാടിയിൽ സംശയാസ്പദമായി കണ്ടതോടെയാണ് പരിശോധന നടത്തിയത്. കൊട്ടാരക്കരയിൽ ATM കൗണ്ടറിൽ മോഷണ ശ്രമം. ATMിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന അയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മാർക്കറ്റ് ജംഗ്ഷനിലെ ATMിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണ ശ്രമം നടന്നിട്ടുള്ളത്. മോഷ്ടാവിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസും അറിയിച്ചു. പത്തനംതിട്ടയിൽ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല ട്രാഫിക് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസർ RR രതീഷാണ് മരണപ്പെട്ടത്. പത്തനംതിട്ട ചിറ്റാറിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. കോഴിക്കോട് ഷഹബാസ് കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ ഈ മാസം 11 മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളിയതോടെയാണ് കുറ്റാരോപിതർ സെഷൻസ് കോടതിയെ സമീപിച്ചത്. പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാട് വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. അമിത വേഗത്തിൽ ഓടുകയായിരുന്ന കാറിന്റെ ഡോറിൽ യുവാക്കൾ കയറിയിരുന്ന് ആർപ്പ് വിളിക്കുന്ന ദൃശ്യങ്ങൾ മറ്റ് യാത്രക്കാരാണ് ചിത്രീകരിച്ച് പോലീസിന് കൈമാറിയത്. തുടർന്ന് പ്രായപൂർത്തിയാവാത്ത 4 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് കാർ ഡ്രൈവ് ചെയ്ത യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കാൻ കസബ പോലീസ് RTOയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. കോട്ടയം MC റോഡിൽ ജീപ്പും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. ജീപ്പ് യാത്രക്കാരായ 2 പേരാണ് മരിച്ചത്. ജീപ്പിന് പിന്നിലിരുന്ന 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപമാണ് അപകടം. ബംഗളൂരുവിൽ നിന്ന് ലോഡുമായി എത്തിയ ലോറിയിലാണ് ജീപ്പ് ഇടിച്ചത്. ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്താൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു. പാലക്കാട് മണ്ണാർക്കാട് തെങ്കരയിൽ പിക്കപ്പ് തലകീഴായി മറിഞ്ഞു. 4 പേർക്ക് പരിക്കേറ്റു. അട്ടപ്പാടിയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 9 പേർ ഉണ്ടായിരുന്നു. പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. അപകട മേഖലയായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നു. കഴിഞ്ഞ ദിവസം അപകടത്തിൽ യുവാവ് മരിച്ച കൊപ്പം ഒന്നാന്തിപ്പടിയിൽ പാടത്തിനോട് ചേർന്ന് പാർശ്വഭിത്തികളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിൽ വിവിധയിടങ്ങളിൽ നിരവധി അപകടങ്ങളും ജീവഹാനികളുമാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒന്നാന്തിപ്പടിക്ക് സമീപം വാഹനാപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടമായിരുന്നു. റോഡിന്റെ വീതി കുറവാണ് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. പലയിടങ്ങളിലും 2 വലിയ വാഹനങ്ങൾക്ക് വശം കൊടുക്കാനുള്ള സൗകര്യമില്ല. ഒന്നാന്തിപ്പടിയിൽ അല്പമൊന്ന് മാറിയാൽ വാഹനങ്ങൾ പാടത്തേക്ക് മറയുന്ന അവസ്ഥയാണ്. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിരന്തര ആവശ്യത്തെ തുടർന്ന് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് പാർശ്വഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടപ്പാക്കാൻ ഫണ്ട് ലഭ്യമായതോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. 1 മാസത്തിനകം തന്നെ ഇവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഈ റോഡ് ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ഇതിൻ്റെ
സർഫസ് ചെയ്യുന്ന പ്രവർത്തനം നടത്തി. 2 സൈഡിലും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഡ്രെയിനേജ്, അതോടൊപ്പം തന്നെ മറ്റു ഐറിഷ് ഡ്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇനി സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്യാത്ത ചില ഭാഗങ്ങൾ അപകടങ്ങളുണ്ട്. അത് ഓരോന്നോരോന്ന് പടിപടിയായിട്ട് ചെയ്യുകയാണ്. ഇതോടൊപ്പം പാതയിൽ അപകടം പതിവായ പ്രദേശമാണ് പുലാശ്ശേരി വളവ്. നിരവധി അപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. ഇവിടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് താമരശ്ശേരി ചുരത്തിൽ റോപ്പ് വേ വരുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ KSIDCക്ക് സർക്കാർ അനുമതി നൽകി. 100 കോടി ചെലവിലാണ് അടിവാരം മുതൽ ലക്കിടി വരെ റോപ്പ് വേ പദ്ധതി നടപ്പിലാക്കുന്നത്. അടിവാരം മുതൽ ലക്കിടി വരെ 3.67 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ട്രാഫിക് ബ്ലോക്ക് ഭയക്കാതെ താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2023 റോപ്പ് വേ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2024 ജൂണിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചയിൽ പദ്ധതിയുടെ ലോവർ ടെർമിനലിന് ആവശ്യമായ 1 ഏക്കർ ഭൂമി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PPP മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ KSIDCക്ക് അനുമതി നൽകിയത്. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സാങ്കേതിക അനുമതി പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. അടിവാരത്തിനും ലക്കിടിക്കും ഇടയിൽ ചുരത്തിൽ ഏകദേശം 40 ടവറുകളിലായി 2 ഹെക്ടർ വനഭൂമിക്ക് മുകളിലൂടെയാകും റോപ്പ് വേ കടന്നു പോവുക. നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് കുറഞ്ഞത് 40 മിനിറ്റ് വേണം. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു വശത്തേക്ക് കാഴ്ചകൾ കണ്ട് യാത്ര പൂർത്തിയാക്കാൻ 15 മിനിറ്റ് മതിയാകും. 6 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന AC കേബിൾ കാറുകളാണ് റോപ്പ് വേയിൽ ഉണ്ടാവുക. മണിക്കൂറിൽ 400 പേർക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ബത്തേരിയിൽ നിന്ന് ലക്കിടി വരെയും കോഴിക്കോട് നിന്ന് അടിവാരം വരെയും പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്താനും അടിവാരം ലക്കിടി ടെർമിനലുകളോട് അനുബന്ധിച്ച് പാർക്ക്, സ്റ്റാർ ഹോട്ടൽ, കഫറ്റീരിയ, ആംഫി തിയേറ്റർ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. അടിവാരം നൂറാന്തോട് താളിപ്പുഴ റോഡ് കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. സാരംഗ് സുധാകരൻ, ന്യൂസ് 18 വയനാട്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മെല്ലെപ്പോക്ക് ദുരിതം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. കട്ടപ്പന കാഞ്ചിയാർ പള്ളിക്കവലയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കോൺക്രീറ്റ് പണികൾക്ക് വേണ്ടി റോഡിന്റെ വശങ്ങൾ കുഴിച്ചിട്ടെങ്കിലും സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കാത്തതാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് വിനയായി മാറിയത്. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന കാഞ്ചിയാർ മേഖലയിൽ റോഡിന്റെ വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത ടാറിങ്ങുമായി യോജിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മണ്ണ് മാറ്റിയത്. എന്നാൽ കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭാഗത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കരാറുകാർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് കാരണമായി. ഇന്നലെ വരെ അവിടെ പാലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ കണക്കാർ തന്നെ ഒരു പാലം ഇട്ടാണ് നടത്തുന്നത്. ഇനി എന്ന് തീരും? എത്രയായിട്ട് താഴ്ച ഉണ്ടെന്നറിയാം. ഇവിടുന്ന് മനുഷ്യൻ ചാടാനും പറ്റില്ല, കയറാനും പറ്റില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് നിറഞ്ഞു കെട്ടി കിടക്കുക. ഏത് സമയത്ത് ഇത് അപകടമാണ്. നമ്മുടെ കച്ചവടം 2 ആഴ്ചയായിട്ട് പോയി. ഒന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന കെട്ടിടത്തിലേക്ക് മുഴുവൻ പേരും. കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി മണ്ണ് നീക്കം ചെയ്തത്. ഇപ്പോൾ കടകളിലേക്ക് ആളുകൾക്ക് കയറാൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴ പെയ്തു തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുവാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കരാറുകാരുടെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമെന്നും അടിയന്തരമായി റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. അപകടങ്ങൾ പതിവായ പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ സുരക്ഷാ നടപടി തുടങ്ങി. പാതയുടെ ഇരുവശങ്ങളും കോൺക്രീറ്റ് ചെയ്ത റോഡ് സുരക്ഷ ഉറപ്പാക്കാനാണ് ശ്രമം. പട്ടാമ്പി പുലാമന്തോൾ പാത നവീകരിച്ച ശേഷം വാഹനാപകടം പതിവായിരുന്നു. അമിത വേഗതയിൽ വാഹനം എത്തുന്നതാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷ കൂട്ടാൻ നടപടിയായത്. പ്രവൃത്തിയുടെ ഭാഗമായി റോഡരിക് കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടും. 3 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തികൾ. വിവിധയിടങ്ങളിൽ ഡ്രെയിനേജും നിർമ്മിക്കും. വീട് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്യുകയും ഡ്രെയിനേജും അടക്കമുള്ള സൗകര്യങ്ങൾ അത് ഏറെ പ്രയോജനം ചെയ്യുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ റോഡ് കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഏതാണ്ട് 2.5 കോടി 3 കോടിയുടെ അടുത്ത് ഫണ്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അതിനുവേണ്ടി ചെറിയൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. നിലവിൽ പാലത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നത് പരിഹരിക്കപ്പെട്ടു. ഈ റോഡിന് അത്യാവശ്യം വേണ്ട ഡ്രെയിനേജും ഇനി ഈ വേണ്ട കാര്യങ്ങളുമാണ് വേണ്ടത് എന്നുള്ളത് അതും കൂടെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും നന്നായി ഒരു പാതയായിട്ട് ഇത് മാറും. ഇതേ പാതയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിച്ചിരുന്ന തെക്കുമുറി ശങ്കരമംഗലം വളവുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വീതി കൂട്ടിയിരുന്നു. ഇതോടെ വാഹനാപകടങ്ങൾ ഒരു പരിധിവരെ കുറയുകയും ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി.
തിരുവനന്തപുരം കരിക്കകം ദേവി ക്ഷേത്രത്തിൽ നാളെ പൊങ്കാല. മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്. രാവിലെ 9:40 കലശപൂജയ്ക്ക് ശേഷം പണ്ടാരടുപ്പിൽ തീ പകരും. ഉച്ചയ്ക്ക് 2:15 നിവേദ്യം. ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ ഭട്ടത്തിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പൊങ്കാലയ്ക്കായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തിനും ഇന്നലെ തുടക്കമായി. പാലക്കാട് കുമരപുരം സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ ശ്രദ്ധേയമായത് ഒരു അധ്യാപികയുടെ വേദിയിലെ പ്രകടനം കൊണ്ടാണ്. വീൽ ചെയറിലിരുന്ന് സംഘനൃത്തത്തിന്റെ ഭാഗമായാണ് ശ്രീകല ടീച്ചർ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയത്. കുട്ടിക്കാലത്ത് പോളിയോ ബാധിച്ചാണ് എൻ ശ്രീകല എന്ന ഇംഗ്ലീഷ് അധ്യാപികയുടെ കാലുകൾക്ക് ചലനശേഷി നഷ്ടമായത്. പക്ഷേ അത് മാറി നിൽക്കാൻ ഒരു കാരണമല്ലെന്ന് തെളിയിച്ചു ഈ അധ്യാപിക. പാലക്കാട് കുമരപുരം സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സംഘനൃത്തത്തിലൂടെ നാടിന് മനോഹരമായ ഒരു സന്ദേശവും നൽകി. നൃത്തസംഘത്തിന്റെ ഭാഗമാകാൻ താനുമുണ്ടെന്ന് ശ്രീകല ടീച്ചർ അറിയിച്ചപ്പോൾ മറ്റ് അധ്യാപികമാർക്കും അത് ആവേശമായി. അധ്യാപികമാരും PTA അംഗങ്ങളും ചേർന്ന് നൃത്തസംഘം രൂപീകരിച്ചു. അത് സ്കൂളിന് മറക്കാനാകാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. കുമരപുരം സ്കൂൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള പിന്തുണ കൂടി ഇപ്പോൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. 1 കോടി രൂപ പശ്ചാത്തല വികസനത്തിന് അനുവദിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി സ്ഥലം MLA രാഹുൽ മാക്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ തോൽക്കാത്ത മനസ്സുകൾക്ക് കീഴടക്കാനുള്ള ഇടം തന്നെ ജീവിതം എന്ന വേദി. ന്യൂസ് 18 പാലക്കാട്. സഹപാഠികളും രക്ഷിതാക്കളും ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുമിച്ചപ്പോൾ +2 വിദ്യാർത്ഥിനിക്കും കുടുംബത്തിനും ലഭിച്ചത് അടച്ചുറപ്പുള്ളൊരു വീടാണ്. കായംകുളം കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ലക്ഷ്മി ഗിരീഷിനാണ് സ്നേഹവീട് ഉയർന്നത്. വീടിന്റെ താക്കോൽ ലക്ഷ്മിയുടെ കുടുംബത്തിന് കൈമാറി. സഹപാഠിക്ക് ഒരു സ്നേഹവീട് എന്ന പദ്ധതി പ്രകാരം സ്കൂൾ നിർമ്മിച്ചു നൽകുന്ന 2ാമത്തെ വീടാണിത്. 3.5 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കൃഷ്ണപുരം കണ്ടത്തിൽ വീട്ടിൽ ലക്ഷ്മി ഗിരീഷിന്റെ അച്ഛൻ 2 മാസം മുമ്പാണ് അർബുദബാധിതനായി മരിച്ചത്. 2 പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന് ഇത് താങ്ങാനായില്ല. ചികിത്സയ്ക്കുൾപ്പെടെ പണം കണ്ടെത്തിയത് ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെയും സ്കൂൾ PTയുടെയും നാട്ടുകാരുടെയും ഇടപെടലാണ്. ഒടുവിൽ പിതാവ് മടങ്ങിയതോടെ കുടുംബം ചോദ്യചിഹ്നത്തിലായി. ഈ സാഹചര്യത്തിലാണ് ലക്ഷ്മിക്കായി നാടൊന്നിച്ചത്. വിശ്വഭാരതി സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ അനധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ന് മനോഹരമായിട്ട് ആ വീടിൻ്റെ പണി ഇവിടെ പൂർത്തീകരിച്ച് താക്കോൽദാന കർമ്മം നടന്നിരിക്കുകയാണ്. അങ്ങനെ തീരാ രോഗം ബാധിച്ച് കിടന്ന വിഷ്ണു മരണപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് കുറച്ച് സ്വരൂപിച്ച പൈസയും ബാലൻസ് മുഴുവൻ തുകയും കണ്ടെത്തി ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രവർത്തിച്ചവരാണ് നമ്മുടെ വിശ്വഭാരതി സ്കൂളിലെ അധ്യാപക സംഘടനകളും അതേപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും. സ്വാഭാവികമായും ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം, അതുപോലെ വിശ്വഭാരതിയെ സ്നേഹിക്കുന്ന വിശ്വഭാരതി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നല്ലവരായ നാട്ടുകാർ, പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരുടെയും സഹായത്തോടുകൂടിയാണ് നമ്മളിത് വെച്ച് നൽകാൻ പറ്റിയത്. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരുടെയും നല്ലൊരു സംഭാവന ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷവും നമ്മൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥിനികളും അധ്യാപകരും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്നാണ് ഈ സ്നേഹവീട് ഒരുക്കിയത്. ടൈൽസ് ഉൾപ്പെടെ കായിക അധ്യാപകൻ രഞ്ജു നൽകി. PTക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികൾ, സ്കൂൾ മാനേജ്മെന്റ്, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്, റോവർ റേഞ്ച് യൂണിറ്റുകൾ, നാട്ടുകാർ, പഞ്ചായത്ത് അംഗം പാട്ടത്തിൽ ശരത് തുടങ്ങിയവരുടെ ഇടപെടലാണ് കുടുംബത്തിന് വേഗത്തിൽ വീടൊരുങ്ങാൻ കാരണമായത്. സാമൂഹ്യ പ്രതിയുടെ ഭാഗമായിട്ട് വിശ്വഭാരതി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും, അതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ശ്രീ ശരത് കുമാറിനെയാണ്. കാരണം ശ്രീ ശരത് കുമാർ ഒരുപാട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും ഗിരീഷിന്റെ ചികിത്സാ ചെലവിലേക്ക് പൈസ കളക്ട് ചെയ്തതിനകത്ത് കുറച്ച് ഫണ്ട് എക്സസ് വരികയും അത് ഇതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. രാകേഷ്, രഞ്ജു, സാബു വാസുദേവൻ എന്നിവർ വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകി. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരോത്ത് വീടിന്റെ താക്കോൽ കൈമാറി. വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി, പ്രിൻസിപ്പൽ പ്രഭാത്, പ്രഥമാധ്യാപക സുധാ തങ്കച്ചി,
സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അധ്യാപക അനധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. ഇടുക്കി മാങ്കുളം വനമേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനം വകുപ്പ്. കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാക്കുവാൻ വിവിധ ഇടങ്ങളിൽ വനം വകുപ്പ് കുളങ്ങൾ നിർമ്മിച്ചു. വനം വകുപ്പ് ജീവനക്കാരും വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളും ചേർന്നാണ് കുളങ്ങൾ നിർമ്മിച്ചത്. വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്നത് നിയന്ത്രിക്കാനും മനുഷ്യ വന്യജീവി സംഘർഷത്തിനുള്ള സാധ്യതകൾ ലഘൂകരിക്കുവാനുമുള്ള വനം വകുപ്പിന്റെ പ്രധാന പദ്ധതികളിലൊന്നാണ് വനത്തിനുള്ളിലെ കുളങ്ങളുടെ നിർമ്മാണം. ഇടുക്കി മാങ്കുളം വനമേഖലകളിൽ ഇത്തരത്തിൽ കുളങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളും കോളേജ് വിദ്യാർത്ഥികളും നിർമ്മാണ പ്രവർത്തികളിൽ പങ്കാളികളായി. മാങ്കുളം ഡിവിഷനിലെ ആനക്കുളം, മാങ്കുളം റേഞ്ചുകളിലാണ് കുളങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ ഈ മിഷന്റെ ഭാഗമായിട്ട് മാങ്കുളം വന ഡിവിഷന്റെ കീഴിൽ 7ഓളം സ്ഥലങ്ങളിൽ നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പഴയ കുളങ്ങൾ നമുക്ക് ഡീസിൽറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് 4ഓളം ചെക്ക് ഡാമുകൾ പണിത്, നമുക്ക് പുതിയതായി ചെക്ക് ഡാമുകൾ പണിത് 4 ജലസ്രോതസ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായി 4 കുളങ്ങൾ നിർമ്മിച്ചതിനൊപ്പം നിലവിലുണ്ടായിരുന്ന 3 കുളങ്ങളിലെ മണ്ണും ചെളിയും നീക്കി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. വനം വകുപ്പ് ജീവനക്കാർ പാലാ സെന്റ് തോമസ് കോളേജ്, മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും പദ്ധതിയിൽ പങ്കാളികളായി. ന്യൂസ് 18 ഇടുക്കി. കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ചന്ദ്രബോസ്. പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം ബാക്കി സമയം മുഴുവൻ കൃഷിക്കായി നീക്കിവെക്കും. കാണാം ആ കൃഷിയിടം. നെല്ലിക്കുഴിയിൽ 1.5 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. പച്ചക്കറി മാത്രമല്ല, ഫലവൃക്ഷങ്ങളും ഇവിടെ സമൃദ്ധമാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിയെന്ന് ചന്ദ്രബോസ് പറയുന്നു. പടവലം, പീച്ചിങ്ങ, പയർ, വഴുതന, വെണ്ട, ചുരയ്ക്ക, മുളക്, മത്തൻ, വെള്ളരി അങ്ങനെ നീളുന്നു ഇവിടത്തെ കൃഷി. സമീപത്തായുള്ള കുളത്തിൽ മീൻ കൃഷിയുമുണ്ട്. ദീർഘകാലം CPM ലോക്കൽ സെക്രട്ടറിയായിരുന്ന ചന്ദ്രബോസ് ഇപ്പോൾ കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ്. ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൃഷിയിൽ ചന്ദ്രബോസിന് പിന്തുണയുമായുണ്ട്. വിഷരഹിത പച്ചക്കറി ശീലമാക്കണമെങ്കിൽ എല്ലാവരും സ്വന്തം നിലയിൽ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരണമെന്നാണ് ചന്ദ്രബോസിന് പറയാനുള്ളത്. പൂർണ്ണമായും രാസവളം ഉപയോഗിക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് പകരമായി കോഴികളും മറ്റു ജൈവവളം ഒക്കെ ഉപയോഗിച്ച് വളരെ ശ്രമകരമായിട്ടാണ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നത് പയറിന് പോലും 52% വിഷമുള്ള, അതിൽ താഴെ വിഷമുള്ള ഒരു സാധനവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും വിഷമില്ലാതെ കഴിക്കാൻ കഴിയട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ സൗജന്യമായി എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നുണ്ട്. വളരെ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം കൃഷിക്കായി സമയം കണ്ടെത്തുന്ന ചന്ദ്രബോസ് മാതൃകയാണെന്ന് കൃഷിയിടം സന്ദർശിച്ച ആന്റണി ജോൺ MLA. ഓരോ വർഷം കടന്നു വരുമ്പോഴും കൂടുതൽ കൃഷിയിലേക്ക് ഇദ്ദേഹം നീങ്ങുകയും കൂടുതൽ വിളവും ഓരോ വർഷം ലഭിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായ ജൈവ കൃഷി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല വിളവും ഈ കൃഷിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു കർഷകനാണ്. വിളവെടുക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ പാർട്ടി പ്രവർത്തകർക്കും പ്രദേശവാസികൾക്കും സൗജന്യമായാണ് നൽകാറ്. ന്യൂസ് 18 കോതമംഗലം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നടി അനുശ്രീയുടെ കൈക്കുട്ടിക്കളി. കൊല്ലം പത്രാപുരം കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിലെ ആയില്യം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായാണ് നടി കൈക്കുട്ടിക്കളി അവതരിപ്പിച്ചത്. എല്ലാ വർഷവും പത്തനാപുരം കുമുകുംചേരി ക്ഷേത്രോത്സവത്തിന് അനുശ്രീ എത്താറുണ്ട്. കലാപരിപാടികളിലും മറ്റ് ചടങ്ങുകളിലും പങ്കെടുക്കുന്നത് പതിവാണ്. പഴയ നാട്ടുകാർക്കും സഹപാഠികൾക്കുമൊപ്പമാണ് കൈകൊട്ടിക്കളി. അനുശ്രീയുടെ കൈക്കുട്ടിക്കളി സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒത്തിരി സന്തോഷം. കാരണം എവിടെയൊക്കെ പോയി ചെയ്താലും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീലാണ്. ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. പക്ഷെ അന്നത് ആരും ശ്രദ്ധിക്കാണ്ടിരുന്ന അന്ന് സോഷ്യൽ മീഡിയയോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഉത്സവവും സപ്താഹയജ്ഞമൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫ്ലോറിൽ ഇരുന്ന് തന്നെ കാണാനാണ് ഇഷ്ടപ്പെടുന്നതും ആസ്വദിക്കുന്നതും ഒക്കെ. ഞങ്ങളും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സും ക്ലാസ്മേറ്റ്സും ഒക്കെ അതാണ് ചെയ്യുന്നത്. സോ അതിപ്പോഴും ചെയ്യുന്നു.
ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. കെട്ടുകാഴ്ചയും ഉത്സവ ഘോഷയാത്രയും മുത്തുകുട, താലപ്പൊലി, എടുപ്പുകാളകൾ, പൂക്കാവടി തുടങ്ങിയവയും ഉത്സവത്തിന് മാറ്റേകി. ന്യൂസ് 18 പുനലൂർ. വടക്കൻ കേരളത്തിൽ പൂരോത്സവത്തിന് തുടക്കമായതോടെ പൂതേടി പൂക്കുഞ്ഞുങ്ങൾ കുളങ്ങാട്ട് മലയിലെത്തി. ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നീലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂക്കുഞ്ഞുങ്ങളാണ് ദേവീ ദേവന്മാർക്കുള്ള അർച്ചനയ്ക്കായി കുളങ്ങാട്ട് മലയിലെത്തി പൂക്കൾ ശേഖരിക്കുന്നത്. നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ. നിലമംഗലത്ത് ഭഗവതിക്കും സഖിയായ പൂമാല ഭഗവതിക്കും പരിവാര ദേവതമാർക്കും പുഷ്പാർച്ചന നടത്തുന്നത് 7 പൂക്കുഞ്ഞുങ്ങളാണ്. ചെറുവത്തൂർ കുളങ്ങാട്ട് മലയിലെ പൂക്കളാണ് അർച്ചനയ്ക്ക് ഉപയോഗിക്കുക. അതിരാവിലെ തന്നെ പൂക്കുഞ്ഞുങ്ങൾ പൂ പറിക്കാനായി കുളങ്ങാട്ട് മലയിലെത്തും. തികഞ്ഞ വ്രതനിഷ്ഠയോടെ നഗ്നപാതരായാണ് ഇവർ കാടും മലയും താണ്ടി പൂരപ്പൂക്കൾ ശേഖരിക്കുക. ആദ്യം കുളങ്ങാട്ടുമല ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധിയിൽ പൂക്കളർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് തലക്കാട്ട് ക്ഷേത്രത്തിലും പൂക്കൾ നൽകി നിലമംഗലം കഴകത്ത് ആചാരസ്ഥാനികളുടെ സാന്നിധ്യത്തിൽ ദേവിമാർക്കും പുഷ്പാർച്ചന നടത്തും. ദേശാധിപത്യം വഹിക്കുന്ന ദേവിമാർ പൂരം കുളിച്ച് മാടം കയറുന്നതോടെയാണ് പൂരോത്സവത്തിന് സമാപനമാകുന്നത്. നെല്ലിക്കാതുരുത്തി കഴകത്തുനിന്ന് നേരെ പൂപ്പറിക്കാൻ വേണ്ടിയിട്ട് കുളങ്ങാട്ടമ്പലത്തിൻ്റെ മുകളിലേക്ക് വന്ന് മലയുടെ മുകളിൽ നിന്ന് പൂപ്പറിച്ച് നേരെ കുളങ്ങാട്ടമ്പലത്തിൽ പൂവിട്ട് ഇവിടുന്ന് നേരെ തലക്കാട്ടേക്ക് പോയി അവിടുന്ന് തലക്കാട്ട് അവിടെ പൂവിട്ട് അതിനുശേഷം നേരെ തുരുത്തിയിലേക്ക് പോകും. ന്യൂസ് 18 ചെറുവത്തൂർ. കുറ്റിപ്പുറം സെന്റ് ജോസഫ് ദേവാലയം പുനർകൂദാശയും പുനഃപ്രതിഷ്ഠാ കർമ്മവും അഭിവൃദ്ധന്മാർ റെവന്യൂ എഞ്ചിനീയറായി നിർവഹിച്ചു. സീറോ മലബാർ സഭയുടെ താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള ദേവാലയം ദേശീയപാത വികസനത്തെ തുടർന്ന് ഭാഗികമായി പൊളിച്ചു മാറ്റിയിരുന്നു. ഇതിനെ തുടർന്ന് പുതുക്കിപ്പണിത ദേവാലയത്തിന്റെയും ഗ്രോട്ടോയുടെയും വെഞ്ചരിപ്പും പുനഃപ്രതിഷ്ഠയുമാണ് നിർവഹിച്ചത്. പട്ടാമ്പിയിൽ പൊതുശ്മശാനം യാഥാർത്ഥ്യമാകുന്നു. ഏറെ നാളത്തെ വ്യവഹാരങ്ങൾക്ക് ശേഷമാണ് ശ്മശാനം സജ്ജമാകുന്നത്. ഇതോടെ പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് നടപ്പിലാകുന്നത്. പൊതുശ്മശാനം വേണമെന്നത് പട്ടാമ്പിക്കാരുടെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. ഭരണാനുമതി ലഭ്യമായതോടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. മുഹമ്മദ് മുഹസിൻ MLA 55 ലക്ഷം രൂപയും VK ശ്രീകണ്ഠൻ MP 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നഗരസഭ ഒരു തീരുമാനം ഇപ്പൊ ഗ്യാസാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതായാലും തുടങ്ങുകയാണ്. അപ്പൊ അത് ഇലക്ട്രിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിൽ തീരുമാനം എടുത്ത് കളക്ടറേറ്റിൽ കൊടുത്താൽ അതിനുള്ള സൗകര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ളൊരു ശ്രമം കൂടി നടത്താം എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട MP-യുടെ ഫണ്ടാണ് മിഷണറിക്ക് വരുന്നത്. അപ്പൊ അത് സ്വാമിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ശ്മശാനത്തിനായി വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം നിർമ്മിച്ചിരുന്നു. എന്നാൽ പദ്ധതി നാട്ടുകാർ എതിർത്തു. ഇതോടെ ശ്മശാന നിർമ്മാണം കോടതി കയറി. അന്ന് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി. ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ശ്മശാന നിർമ്മാണം തുടങ്ങാൻ തീരുമാനമായത്. പുതിയ യന്ത്രങ്ങളടക്കം സ്ഥാപിക്കണം. ന്യൂസ് 18 പട്ടാമ്പി. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.